ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇത്രയും കാലം അയാളുള്ള ആ വീട്ടിൽ അയാളുടെ ഉമ്മയും അയാളുടെ പെങ്ങളും അയാളുടെ മകളും ഒക്കെ എങ്ങനെ താമസിച്ചു, എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ഓർക്കുമ്പോഴാണ് എനിക്ക് പേടി തോന്നുന്നത്. ഇതുപോലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ജനം അറിയണം, മറ്റുള്ളവർ അറിയണം. അതിനു വേണ്ടിയാണ് ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ അയാളുടെ കുടുംബത്തിലുള്ള സ്ത്രീകളോടും വീട്ടിലുള്ള സ്ത്രീകളോടും ഒക്കെ ഇതേ മനോഭാവം തന്നെ വെച്ചു പുലർത്തുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും നമസ്കാരം. റയ ടോക്സ് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറായ ഒരു കുട്ടിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവത്തിലോട്ട് വരും മുമ്പേ ആ കുട്ടിയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ആ കുട്ടിയുടെ നാട്ടിൽ ഒരു തോടുണ്ട്. അത് സാധാരണ ആ തോട്ടിൽ രാത്രി കാലങ്ങളിലാണ് ഈ മഴ സമയത്തൊക്കെ വെള്ളം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു ദിവസം പകൽ സമയത്ത് തോട്ടിലന്ന് വെള്ളം വന്നു. അപ്പോൾ ആ തോട്ടിലന്ന് വെള്ളം വന്ന സ്ഥിതിക്ക് ഈ പറയുന്ന റയ ടോക്സ് എന്ന് പറയുന്ന കുട്ടി അത് വീഡിയോ എടുക്കുകയും ഫേസ്ബുക്കിൽ ഇടുകയും ഭയങ്കര ആനന്ദാശ്രമായിട്ടാണ് ആ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പൊ അത്രയും അവരുടെ നാട്ടിൽ രാവിലെ വന്നപ്പോൾ ആദ്യമായിട്ട് ഈ തോട്ടിൽ വെള്ളം വരുന്ന കാണുന്ന പോലെ ആ കുട്ടി ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് വീഡിയോ ആദ്യം കാണാം, എന്നിട്ട് നമുക്ക് വീഡിയോ എടുത്തിട്ടതിനെ പറ്റി സംസാരിക്കാം. വെള്ളം അങ്ങോട്ട് കേറി ഈ കേറിട്ട് ഇറങ്ങിയിട്ടെങ്കിൽ വെള്ളം കാലുമ വെള്ളം ഉറപ്പാ. ആദ്യത്തെ വെള്ളമാണ് കേട്ടോ, ചെളി വെള്ളമാണ്. ഇവിടെ വെള്ളം വരുന്ന കാഴ്ചയാണ് ഇത്. അതൊക്കെ പക്ഷെ എന്നാലും ഇത്ര വെള്ളം വരാനൊക്കെ മഴ ഇതാ മഴ ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഒരു കാഴ്ച കണ്ടു. എങ്ങനെ കണ്ടിണ്ടാ? വെള്ളം വരട്ടെ കണ്ടാ, അവിടെ ഒന്നും വെള്ളമില്ലാത്ത പ്രദേശത്തോടാ വെള്ളം വറ്റി പോയതാ. വേനലെപ്പോഴേ നമുക്ക് അപ്പുറം പോയി നോക്കാം കേട്ടാ. ആ തോടാണ് ഈ കാണുന്നത്. എനിക്ക് ഇത്രയും ആങ്സൈറ്റി ഇത്രയും എന്താന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞാന് ഒരു വയസ്സ് മുതൽ ഈ ഈട്ടോട് തോടിന്റെ അടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ കൂടിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുന്ന കാഴ്ച കാണുന്നത്. ഇതിപ്പോ ഇത്ര ആക്രാന്തത്തിൽ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ സാധാരണ മഴ പകല് പെയ്യും, രാത്രിയില് ആണ് തോട്ടിൽ വെള്ളം കയറുക. ഈ തോട്ടിൽ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുന്നത് ഞങ്ങൾ കാണലില്ല. രാവിലെ നീറ്റ് നോക്കുന്ന സമയത്ത് തോട്ടിൽ വെള്ളമായിട്ടുണ്ടാവും. അപ്പൊ എടേ തോട്ടിൽ വെള്ളമായിട്ടാന്ന് പറഞ്ഞിട്ടുള്ള ഒരാഘോഷം ഉണ്ടാവും. അത് ഇന്ന് നമ്മളിങ്ങനെ നേരിൽ വെള്ളം ഒഴുകി വരുന്നതിനെ കാണുകയാണ്. അപ്പൊ അതിന്റെ ആ ഒരു സന്തോഷം നമ്മൾ വേറെ ഇതിന് മുന്നേ തീരെ കാണാത്തൊരു കാഴ്ച, വലിയ കൗതുകമുള്ള ഒരു കാഴ്ച എന്നാണ്. കാരണം അവിടെ നിന്ന് ദൂരെ നിന്ന് ഇങ്ങനെ വെള്ളം ഇത്രയും വർഷമായിട്ട് റയ ആദ്യമായിട്ടാണ് ഈ തോട്ടില് പകൽ സമയത്ത് വെള്ളം വരുന്ന കാണുന്നത്. എല്ലാ പ്രാവശ്യം ഇവര് രാത്രി ഈ പറയുന്ന പോലെ തോട്ടിൽ രാത്രി വെള്ളം നിറഞ്ഞു നിൽക്കുന്നതൊക്കെയാണ് കാണാറ് പതിവ്. പക്ഷെ ആദ്യമായിട്ടാണ് ഈ പറയുന്ന പോലെ വെള്ളം ഒഴുകി വന്ന് നിറയുന്നത് കൺമുന്നിൽ നിന്ന് ഇത്രയും വർഷത്തിനിടയിൽ റയ കാണുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റ് ആ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ റയ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ സാധാരണ എന്ത് ചെയ്യും, സാധാരണ ആൾക്കാർ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും പോസിറ്റീവായിട്ടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയും. മറ്റേ അങ്ങനെ പിന്നെ ഫാമിലി വ്ളോഗേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നെഗറ്റീവ്സും വരാൻ പോസിബിലിറ്റി കൂടുതലാണ്. അപ്പം എല്ലാ തരത്തിലും ആൾക്കാർ കാണും. പക്ഷേ ഈ വെള്ളം വന്നതിന് ഇത്രയും വർണ്ണിച്ച് ഇത്രയും വേറെ ലെവലിൽ ഒരുത്തൻ പറയുമെന്ന് ഞാനും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്തായാലും ഒരുത്തൻ പറഞ്ഞ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ മലർന്ന് കിടക്ക് വെള്ളം വരുന്നത് കാണാം എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ഒരു കമന്റ് അങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വിട്ടില്ല, തപ്പി പിടിച്ച് അവനെ അങ്ങ് എക്സ്പോസ് ചെയ്തു. നല്ല കാര്യം എന്നേ പറയത്തുള്ളൂ. കാരണം ഇതുപോലത്തെ 4 കമന്റുകൾ ചെയ്യുന്നവന്മാരെ 4 ഫേസ് വീട്ടുകാരും അവന്റെ നാട്ടുകാരും എല്ലാവരും കാണുന്നത് നല്ലത് തന്നെയാണ്. കാരണം ഒരു കാര്യമില്ലാണ്ട് ആ ഒരു സാധാരണ ഒരു വ്ളോഗ് അവിടെ അരുവിയിൽ വെള്ളം വന്നതിനെടുത്ത് വ്ളോഗ് ഇട്ടതിന്റെ താഴെ ഇത്രയും മോശമായ കമന്റ് ചെയ്തെങ്കിൽ അവനിത് നാട്ടുകാർ എക്സ്പോസ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. എന്തായാലും അതിനെ പ്രതികരിച്ചിട്ട് റയ വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ കണ്ടുനോക്കാം. ഈ കമന്റ് കണ്ടപ്പോ ഞാൻ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത സമയത്ത് വെള്ളയിട്ടിട്ടുള്ള മഞ്ഞദേഹമാണ് അതുങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്റെ പോസ്റ്റിൽ എനിക്ക് നെഗറ്റീവ് കമന്റ് ഒന്നും ആദ്യമായിട്ടൊന്നല്ല. പക്ഷെ സ്വന്തം പ്രൊഫൈൽ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ പബ്ലിക് ആയിട്ട് ഇത്രയും വൾഗറായിട്ട് ഒരു കമന്റ് ഇട്ടപ്പോ അതാണ് എന്നെ ആശങ്കപ്പെടുത്തിയത്. ഞാൻ അയാളുടെ പ്രൊഫൈൽ ഇങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് അതിൽ അയാളുടെ ഉമ്മയാണ് തോന്നുന്നത്, പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്, അതുപോലെ മുനവറലി തങ്ങളുണ്ട്, അതുപോലെ CS സെന്ററിന്റെ പിക്ചർ ഉണ്ട്, അതുപോലെ ലീഗിന്റെ കൊടി, ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും സംസ്കാരം എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണെങ്കിൽ പോലും ഞാൻ അയാളുടെ ഉമ്മാനെ വാപ്പനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു പ്രായമായിട്ടുള്ള ആൾക്കാർ എനിക്ക് ഉമ്മയും ബാപ്പയൊക്കെ ഉള്ളതാണ്.
അപ്പൊ അതുകൊണ്ട് അവരെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇയാളുടെ ഫോട്ടോ കണ്ട സമയത്ത് എന്തായാലും 19 വയസ്സ് അയാൾക്ക് ഉണ്ട്. അപ്പൊ അയാളുടെ അമ്മ അയാൾക്ക് എന്തായാലും ഒരു 10-20 വയസ്സിന് മൂപ്പുള്ള ആളാണ്. അത്രയും പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ നമ്മൾ പറയുന്നത് മോശമാണ്. അതുകൊണ്ട് അവരെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇത്രയും കാലം അയാളുള്ള ആ വീട്ടിൽ അയാളുടെ ഉമ്മയും അയാളുടെ പെങ്ങളും അയാളുടെ മകളും ഒക്കെ എങ്ങനെ താമസിച്ചു, എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ഓർക്കുമ്പോഴാണ് എനിക്ക് പേടി തോന്നുന്നത്. ഇതുപോലെ പബ്ലിക്കായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും വൾഗറായിട്ട് കമന്റ് ചെയ്യാൻ ആൾക്ക് എങ്ങനെ ധൈര്യം വന്നെന്നുള്ളതാണ്. അത് സ്വന്തം പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇയാൾ കമന്റ് ചെയ്യുന്നത്. ഇതുപോലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ജനം അറിയണം, മറ്റുള്ളവർ അറിയണം. അതിനു വേണ്ടിയാണ് ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ അയാളുടെ കുടുംബത്തിലുള്ള സ്ത്രീകളോടും വീട്ടിലുള്ള സ്ത്രീകളോടും ഒക്കെ ഇതേ മനോഭാവം തന്നെ വെച്ചു പുലർത്തുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് ഇയാളുടെ കുടുംബത്തിൽ ഇയാളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളോട് ഇയാളുടെ വീട്ടിലുള്ള ആൾക്കാരോടും കൂടിയിട്ടാണ്. കാരണം നിങ്ങളൊക്കെ സ്ത്രീകളായിട്ടുള്ള ഇയാളുടെ ഇടപഴകുന്ന ആൾക്കാരൊക്കെ സൂക്ഷിച്ചേ പറ്റുള്ളൂ. കാരണം എല്ലാ ആൾക്കാരോടും ഇയാള് ഇപ്പൊ പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയാൻ ഇയാൾക്ക് ഒരു മടിയും ഇല്ല എന്നുണ്ടെങ്കിൽ, അതും സ്വന്തം പ്രൊഫൈൽ ഫോട്ടോ വെച്ചിട്ട് ഇയാൾക്ക് പറയാൻ ഒരു മടി ഇല്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഇയാളുടെ മുന്നിൽ ഒരു സ്ത്രീ എങ്ങാനും അധികം ആളുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒറ്റയ്ക്ക് എങ്ങാനും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ സ്ത്രീയുടെ ഒരു അവസ്ഥ? എങ്ങനെയായിരിക്കും ആ സ്ത്രീയോട് ഇയാള് ബിഹേവ് ചെയ്യുന്നതും ഇയാൾ എന്തൊക്കെയായിരിക്കും അവരോടൊക്കെ പെരുമാറുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. പ്രൊഫൈലൊക്കെ ഇതിപ്പം ലീഗിന്റെ കൂടി ഇയാൾ ശ്രദ്ധിക്കണം. ഇയാളിങ്ങനെ മുട്ടി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഇയാളുമായിട്ട് ഇടപഴകുന്ന ഇയാളുടെ വീട്ടിലുള്ള ഇയാളുടെ സുഹൃത്തുക്കളുടെ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ ഒന്ന് സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത്. എന്തായാലും ഈ കുട്ടി പറയുന്നത് വളരെ കറക്റ്റ് ആണ്. ഇതുപോലെയുള്ളവന്മാർ ഒരിക്കലും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. അത് വേറെ സത്യമാണ്. ഇവന്മാരെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇവനൊക്കെ എന്താണ് ഈ സൊസൈറ്റിയിൽ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. കുറെ നാരെ പരിപാടികൾ കാണിച്ചു കൂട്ടിയിട്ട് അവസാനം വന്നിരുന്ന് മെഴുകും. പിന്നെ അവസാനം ഇതുപോലെയൊക്കെ ഇരിക്കും. ഈ വയസ്സാം കാലത്ത് നിനക്ക് നിന്റെ മോളെ പ്രായം പോലും ഇല്ലാത്ത കൊച്ചിൻ്റെ അടുത്ത് വന്നിട്ട് നാണമില്ലടേ എന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ. മനസ്സിലായ? പക്ഷെ ഇവിടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റയയുടെ മാന്യമായി ചെയ്ത ഒരു വീഡിയോയുടെ താഴെ വന്ന മോശം കമന്റിനെടുത്ത് റയ റിയാക്ട് ചെയ്തു. പക്ഷെ ആ റിയാക്ട് ചെയ്തപ്പോൾ അവിടെ വന്നത് അതിനേക്കാളും വലിയ ഗതികേട്. ഞാൻ അത് വായിക്കാം. ആദ്യം നീ നന്നാവ്, എന്നിട്ട് മതി മറ്റുള്ളവരെ പറയിക്കൽ. SP-യിൽ നിനക്ക് പറയാനുള്ള അധികാരം ഉണ്ടെങ്കിൽ എഴുതാനും അവകാശം ഞങ്ങൾക്കുണ്ട്. SP-യാ? അതെവിടെയടേ? SP-യില് അതെന്താ എനിക്ക് മനസ്സിലായില്ല. അവന് തന്നെ അറിയാം SP-യിൽ എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ വായിക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് ഉണ്ടെന്ന്. എന്ത് തങ്ങി അവനൊക്കെ എന്ത് പറയണമെന്ന് അവനൊക്കെ തന്നെ അറിയാം. അതൊക്കെ എടുത്ത് വീഡിയോ ഇടുന്ന നിന്റെ ഒരു തൊലിക്കട്ടി. പിന്നെ ഇനി എന്തോന്നടേ, നിന്നെപ്പോലത്തെവന്മാർ വന്നിരുന്ന് മെഴുകി ഇതുപോലത്തെ ആഭാസങ്ങൾ വിളിച്ചു പറയുന്നതും ഇതുപോലത്തെ ആഭാസങ്ങൾ കാണിച്ചു കൂട്ടുന്നതല്ലേ വീഡിയോ ചെയ്യണ്ടേ? ഇതുവാടേ. അടുത്ത്, അയാളെ കമന്റിന് ന്യായീകരിക്കുന്നില്ല. പക്ഷെ നീ ആരെ കാണിക്കാനാണ് ഈ പുട്ടിയും ലിപ്സ്റ്റിക്കും ഇട്ട് വീഡിയോയ്ക്ക് മുന്നിൽ വരുന്നത്? എന്നിട്ട് പോരാത്തതിന് അതിൻ്റെ കൂടെ ഒരു മകനെയാണെന്ന് തോന്നുന്നു. അതാ മക്കനെ. എന്തായാലും ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇട്ട് ആർക്കും വീഡിയോ ചെയ്യാൻ പാടില്ലേ. പിന്നെ ലിപ്സ്റ്റിക് എന്തിനാടെ വെച്ചിരിക്കുന്നത്? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്തിടണം എന്നിട്ട് ഇടണ്ട എന്നൊക്കെ ഉള്ളത്. അവർ വേണമെങ്കിൽ ഇടണ്ട, വേണ്ടെങ്കിൽ ഇടണ്ട. അത് അവരുടെ ഇഷ്ടമാണ്. മനസ്സിലായ? ലിപ്സ്റ്റിക്ക് വിട്ട് അവരുടെ ഇഷ്ടത്തിന് പുട്ടി അടിച്ചു വന്നിരുന്ന് വീഡിയോ ആണെങ്കിൽ നിനക്കെന്തില്ല അവർ കൂട്ടണ? അവര് പൈസ കൊടുത്തോ വെച്ചാൽ ലിപ്സ്റ്റിക്ക് അതിർന്നതിൽ തെറ്റുന്നതാ അവര് പുട്ടി അടിക്കണമെങ്കിൽ. പക്ഷെ എൻ്റെ മോനെ ഇതൊക്കെ എന്തുപാടേ? അങ്ങനെ ഒരു കമന്റ് കിട്ടാൻ വേണ്ടിയാണ് നീ ആ വെള്ളം ഇട്ടത്. ഇപ്പൊ അങ്ങനെയായ ഇതെങ്ങനെ നടക്കണം? ഇതാണ് അവസ്ഥ. ആ കൊച്ചിന് മാന്യമായ ഒരു വീഡിയോ ഇട്ട്, ആ കൊച്ചിന്റെ നാട്ടിൽ ആദ്യമായിട്ട് അവിടെ ഈ പകൽ സമയത്ത് ഇത്ര വർഷം ജനിച്ചിട്ട് ആ കൊച്ച് കണ്ടതിൽ ഈ പറയുന്ന പോലെ ആദ്യമായിട്ട് വെള്ളം വരുന്നത് കണ്ട് അരുവിയിൽ കൂടി. അപ്പോൾ ആ കൊച്ച് അതൊരു എക്സൈറ്റ്മെന്റിൽ വീഡിയോ എടുത്ത് വ്ളോഗാക്കി. ആസ് എ വ്ളോഗാക്കിയപ്പം അവനെ പിടിക്കണില്ല. ഈ കളവനെ പിടിച്ചില്ല. കിളവൻ അങ്ങനെ പറഞ്ഞതിനെ റയ അടുത്ത് അങ്ങ് റിയാക്റ്റും ചെയ്ത്. അത് അടുത്ത് കിളവന്റെ ശിങ്കിടികളായിരിക്കും. അവർക്കും ആർക്കും പിടിച്ചിട്ടില്ല. ഇതാണ് ഈ കുഴപ്പം. മനസ്സിലായ? നല്ലത് പറഞ്ഞാൽ ഒരുത്തനും ഒന്നും പിടിക്കത്തില്ല. പക്ഷെ എന്ത് അവസ്ഥയുടെ ഇതൊക്കെ വളരെ കഷ്ടോടെ, വളരെ പരിതാപകരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.